സ്ഫടികരജതവർണം മൗക്തികീമക്ഷമാലാമൃതകലശവിദ്യാ ജ്ഞാനമുദ്രാകരാഗ്രൈ ദധതമുരഗകക്ഷം ചന്ദ്രചൂഡം ത്രിനേത്രം വിധൃത വിവിധ ഭൂഷം ദക്ഷിണാമൂർത്തിമീഡേ. വടവിടവി സമീപേ ഭൂമിഭാഗ്യേ നിഷണ്ണം സകലമുനിജനാനാം ജ്ഞാനദാതാരമാരാൻ ത്രിഭുവനഗുരുമീശം ദക്ഷിണാമൂർത്തിദേവം ജനനമരണ ദുഃഖച്ഛേദ ദക്ഷം നമാമ. കൈലാസാദ്രിനിഭം ശശാങ്കശകല സ്ഫുർജജ്ജടാമണ്ഡിതം നാസാലോകനതത്പരം ത്രിനയനം വീരാസനാദ്യാസിനം മുദ്രാടംഗകുരംഗജാനുവിലസത് പാണിം പ്രസന്നാനനം കക്ഷാബദ്ധ ഭുജംഗമം മുനിവ്രതം വന്ദേ മഹേശം പരം. പരശുരാമൻ വിഭജിച്ചു നൽകിയ 64 ഗ്രാമങ്ങളിൽ കേരളത്തിൽ ശേഷിച്ച 32 ഗ്രാമങ്ങളിൽ ഒന്നാണ് ശുഗപുരം. ശുഗപുരം ഗ്രാമത്തിൻ്റെ ആസ്ഥാന ദേവത കുടികൊള്ളുന്ന ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രമിരിക്കുന്ന ദേശത്തെയും ശുഗപുരം എന്നാണ് വിളിച്ചുപോരുന്നത്. ചോഗിരം എന്ന പേരിലും ഇതറിയപ്പെട്ടിരുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ എടപ്പാൾ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കിഴക്കോട്ട് പട്ടാമ്പി റോഡിലൂടെ നീങ്ങിയാൽ ശുഗപുരത്തെത്താം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ 2ാം സ്ഥാനമാണത്രേ ശുഗപുരത്തിന്. ആഴ്വാഞ്ചേരി, കറുത്തേടം, മൂത്തേടം, പുഴമ്പ്രം, ഉദിയന്നൂർ എന്നിവരാണ് ശുഗപുരത്തെ ഊരാളന്മാർ. തന്ത്രം കാലടി പടിഞ്ഞാറെടത്ത് മനയ്ക്ക്. വെടിക്കെട്ടും വരവുകളും വേലക്കളവും കൊണ്ട് പ്രസിദ്ധമായ കുളങ്ങര പാടമാണ് കിഴക്കേ അതിര്. പടിപ്പുര കടന്ന് ക്ഷേത്രവളപ്പിലേക്കു കടന്നാൽ ഇടതും വലതും കുളങ്ങൾ കാണാം. ജലം ധന ഊർജമുണ്ടാക്കുകയും വിപരീത ഊർജങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നാണ് സങ്കല്പം. ദക്ഷിണാമൂർത്തി ആരാണ്? തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ദക്ഷിണാമൂർത്തിയായി എന്ന് പറയാം. ദക്ഷിണം എന്ന വാക്കിന് അനുകൂലൻ, സൂക്ഷ്മബുദ്ധി, നിപുണത, കാര്യശേഷി എന്നൊക്കെ അർത്ഥമുണ്ടത്രേ. എഫിഷ്യൻ്റ് എന്നാണ് രമണ മഹർഷി നൽകിയ വ്യാഖ്യാനം. ഹൃദയത്തിൻ്റെ വലതുഭാഗത്തിനും ദക്ഷിണം എന്ന് പറയും.
അമൂർത്തി എന്നാൽ രൂപമില്ലായ്മ എന്നാണ് വിവക്ഷ. അറിവില്ലായ്മയുടെ അന്തകനും അറിവിൻ്റെയും വേണ്ടത് തോന്നിപ്പിക്കുന്നതിൻ്റെയും ലോകഗുരുവുമാണ് വിദ്യാദേവതയുമായ ദക്ഷിണാമൂർത്തി. ഈ ക്ഷേത്രത്തിനുള്ളിലെ പ്രദക്ഷിണത്തിന് ചിട്ടകളുണ്ട്. ആദ്യം തെക്കോട്ടു തിരിഞ്ഞിരിക്കുന്ന ദക്ഷിണാമൂർത്തിയെ തൊഴണം. പുറമേ നിന്ന് നോക്കിയാൽ കാണാത്ത വിധം ഇരിക്കുന്ന ഗണപതിയെ വന്ദിക്കണം. വടക്ക് ഓവ് വരെ പ്രദക്ഷിണം വെച്ച് ശിവന്റെ താഴികക്കുടം കണ്ട് തൊഴണം. ഇവിടെ ചിലർ തൊഴും മുൻപ് കൈകൊട്ടാറുണ്ട്. ഇത് പല ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്നതാണ്. തൊഴുതുവന്ന വഴി മടങ്ങി പിന്നെയും ദക്ഷിണാമൂർത്തിയെ തൊഴുത ശേഷം ശിവനെ ദർശിക്കണം. അതിൽ പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് പുറത്തേക്കൊന്ന് തൊഴുന്നുവരുമുണ്ട്. ഇത് കിള്ളിക്കുറിശി തേവരെയാണത്രേ വന്ദിക്കുന്നത്. പിന്നീട് വടക്ക് പാർവതിയെ അഥവാ ദുർഗയെ തൊഴുത് വീണ്ടും ശിവനെ തൊഴുത് ദക്ഷിണാമൂർത്തിയെ തൊഴുന്നതോടെ പ്രദക്ഷിണം ഒരു വട്ടം പൂർത്തിയായി എന്ന് പറയാം. ഒരു വയസ്സ് കഴിഞ്ഞിട്ട് 2 വയസ്സ് വരെയുള്ള ഒരു കൊല്ലം മുഴുവനും 365 ദിവസം ഇവിടെ ഒന്ന് തൊഴിലുണ്ട്. അത് ഞങ്ങളുടെ തറവാട്ടിലെല്ലാവർക്കും മുൻ തലമുറകളിൽ ഇപ്പോൾ പുതിയ തലമുറയ്ക്കൊന്നും ഉണ്ടാവില്ല. പാരമ്പര്യം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രമല്ല ഈ ഭാഗത്ത് ശിവപുരം ഗ്രാമത്തിലുള്ള എല്ലാ നമ്പൂതിരിമാർക്കും ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ മൗനം വ്യാഖ്യാനമായി അനുഭവപ്പെടുന്നു. ഗുരു യൗവനയുക്തനാണ്, ശിഷ്യന്മാർ വൃദ്ധരാണ്. ആചാര്യന്മാരിൽ ഉത്തമനും കയ്യിൽ ചിന്മുദ്ര ധരിച്ചവനും ആനന്ദസ്വരൂപനും ആത്മദർശനം കൊണ്ട് ആനന്ദം അനുഭവിക്കുന്നവനുമാണ് ദക്ഷിണാമൂർത്തി. പേരാൽ ചുവട്ടിലിരുന്ന് ദുഃഖശമനം നടത്തുകയും ചെയ്യുന്ന ത്രൈലോക്യ ഗുരു. 2 നിലകളിലായി ശാലകൂടാദി അലങ്കാരങ്ങളോടുകൂടി നിർമ്മിച്ച ദീർഘവിസ്താരമായ ശ്രീകോവിലിൽ മഹാദേവൻ പൂർവ്വദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹത്തിൻ്റെ മുന്നിൽ മനോഹരമായ മുഖമണ്ഡപം കാണാം. വളരെ വലിയ ശിവപ്രതിഷ്ഠയാണ് ശുകപുരത്തേത്. ശ്രീകോവിലിനു ചുറ്റും ദാരുവിൽ തീർത്ത വ്യാളീരൂപം, കിരാതൻ തുടങ്ങിയവ കൊത്തിവച്ചിരിക്കുന്നു. 2ാം നിലയുടെ മൂലകളിൽ വ്യാളീരൂപങ്ങൾ കിഴക്ക് മുതൽ പ്രദക്ഷിണമായി ബ്രഹ്മാവ്, ദക്ഷിണാമൂർത്തി, നരസിംഹം, ശ്രീകൃഷ്ണൻ എന്നിങ്ങനെ ദേവരൂപങ്ങളും ദൃശ്യമാണ്. ഈ ദാരുശില്പങ്ങൾ തൻ്റെ വരകൾക്ക് പ്രചോദനമായതായി നമ്പൂതിരി പറയുന്നു. കുട്ടിക്കാലത്ത് ഏറ്റവും ആകർഷിച്ച ഒരു സ്ഥലം ശുകപുരമാണ്. അതൊരു പ്രചോദനമായിരുന്നു വാസ്തവത്തിൽ. വളരെ കുട്ടിക്കാലത്ത് ചിത്രം വരച്ചായിരുന്നു ഈ മുറ്റത്തൊക്കെ. അങ്ങനെ ആ കാലത്താണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ശില്പത്തിനോടും ചിത്രത്തിനോടും ചെറിയൊരു അത് പലപ്പോഴും പിന്നീട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പ്രചോദനമായിട്ട് വന്നിട്ടുള്ളത് ശുകപുരം ക്ഷേത്രങ്ങളിലെ ദാരുശില്പങ്ങളായിരുന്നു എന്ന്. ശുഗമഹർഷിയാണത്രേ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ നിർവഹിച്ചത്. 2 മൈലുകൾ എതിർദിശയിൽ നിന്ന് വന്നു സന്ധിക്കുന്നിടത്ത് പ്രതിഷ്ഠ എന്നായിരുന്നു ധാരണ. മുഹൂർത്ത സമയം നിശ്ചയിച്ചിരുന്ന ശുഗമഹർഷി പ്രതിഷ്ഠ നടത്താമെന്നേറ്റു. മുഹൂർത്ത സമയമെത്തി. മൈലുകളെ കണ്ടില്ല, മഹർഷിയുമെത്തിയില്ല.
ഒഴിഞ്ഞുകിടന്ന പറമ്പിലൂടെ 2 പൂശാലിമാർ കക്ഷത്ത് മയിൽപ്പീലിക്കെട്ടുമായി എതിർദിശയിൽ വന്നു. ഏതാണ്ട് പ്രതിഷ്ഠ കണക്കാക്കിയ സ്ഥലത്തുകൂടെ അവർ കടന്നുപോയി. കാത്തുവെച്ച ശിവപ്രതിഷ്ഠ ഉടനെ നടന്നു. അതിൽ പിന്നെ മഹർഷിയും മയിലുകളും എത്തി. അതോടെ അടുത്തുകിടന്ന അമ്മിക്കല്ലും പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത് എന്നാണ് കഥ. മഹാക്ഷേത്രത്തിൻ്റെ തെക്കേ ഇടനാഴിയിൽ തെക്കുഭാഗത്തേക്ക് അഭിമുഖമായി ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. തൊട്ടു കിഴക്ക്, അതായത് ഇടതുഭാഗത്ത് വിഘ്നേശ്വരനായ ഗണപതിയാണ്. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ശബ്ദഘോഷങ്ങളില്ല. ചെണ്ടമേളങ്ങളോ ആനയെഴുന്നള്ളിപ്പോ വെടിക്കെട്ടോ പതിവില്ല. ഇവിടുത്തെ വാദ്യം വേദമന്ത്രങ്ങളാണ്. ഭഗവാൻ തപസ്സിലാണ്. മഹാധ്യാനത്തിൻ്റെ ശാന്ത പരിസരങ്ങളിൽ ഉപാസകരുടെ ചുണ്ടുകളിലും ജപമന്ത്രങ്ങൾ മാത്രം. കിഴക്കേ വലിയ ബലിക്കല്ല് ഒരപൂർവതയാണ്. ബലിക്കല്ലിനും കിഴക്കേ നടയ്ക്കും വടക്കുകിഴക്കായി ഒരു കിണറുണ്ട്. അതിന് അടിത്തട്ട് വരെ പടികളുണ്ട്. ഈ കിണർ കാശി വരെ എത്തുന്ന ഒരു ഗുഹയുടെ മുഖമായി കരുതുന്നു. ഏതോ സിദ്ധന് കാശിയിൽ കുളിക്കുമ്പോൾ നഷ്ടപ്പെട്ട വെള്ളി കെട്ടിയ വടി ഇവിടെ പൊന്തി വന്നതായി ഒരു കഥയുണ്ട്. കുളങ്കര പാടത്തിന് കിഴക്കായിരുന്നു അത്രേ ശുഗപുരത്തെ വേദജ്ഞന്മാർ അധികവും താമസിച്ചിരുന്നത്. നടുപ്പാടത്ത് ഒരു പുഴയുണ്ടാക്കിയാൽ വേദജ്ഞരും ക്ഷേത്രവും പുഴയ്ക്കിരുവശവുമാകും. ഒരു രാത്രിയുടെ ഇരുളിൽ ഭൂതത്താന്മാർ പണി തുടങ്ങി. സൂര്യോദയത്തോടെ പുഴ എന്ന ലക്ഷ്യം പരാജയപ്പെടുത്താൻ നട്ടപ്പാതിര നേരത്ത് ദക്ഷിണാമൂർത്തി കോഴിയായി വന്ന് ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്ത് ചിറകടിച്ചു കൂവി. കോഴി കൂവിയത് കേട്ട് പ്രഭാതമായെന്നു കരുതി ഭൂതത്താന്മാർ സ്ഥലം വിട്ടു. പണി നിന്നുപോയ പുഴ ഒരു തോടു മാത്രമായി. അട്ടിമറിക്കപ്പെട്ട ആ പദ്ധതിയുടെ ശേഷിപ്പിനെ ആളുകൾ അട്ടത്തോട് എന്നും വിളിച്ചു. കോഴി ചിറകടിച്ച് കാലുകൊണ്ട് മാന്തി പൊളിച്ചതെന്ന് കരുതുന്ന ഒരടയാളം അമ്പലത്തിൻ്റെ വടക്കുപുറത്ത് കാണാം. ഭക്തർ അവിടം തൊട്ടു തലയിൽ വയ്ക്കാറുമുണ്ട്. അതിൻ്റെ വടക്കുകിഴക്കേ മൂലയിൽ കുളങ്ങരയിലായി കുളങ്ങര തേവരെന്നും കുണ്ടിലെ തേവരെന്നും വിളിക്കുന്ന ഒരു കൊച്ചു ക്ഷേത്രം കാണാം. ശുഗപുരത്തെ മഹാക്ഷേത്രവുമായി നേരിട്ടു ബന്ധപ്പെടുന്നില്ല ഈ ക്ഷേത്രം. ഉദിയന്നൂർ മനയിലെ തേവരെ അവിടെ നിന്നിങ്ങോട്ട് കൊണ്ടുവന്നു പ്രതിഷ്ഠിച്ചതാണത്രേ. വള്ളുവനാട്ട് രാജാവിൻ്റെ അധീനതയിൽപ്പെട്ടതായി സ്ഥലം. അന്ന് വള്ളുവക്കോനാതിരിയുടെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ്. പന്നിയൂരാണെങ്കിൽ സാമൂതിരിയുടെ അധീനതയിൽപ്പെട്ടതാണ്. ഈ 2 ബ്രാഹ്മണ ഗ്രാമങ്ങളും തമ്മിൽ അവരുടെ ഒരു ആധിപത്യം ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന കാലമാണ് രാജാവിനോടുള്ള കൂറും. അപ്പോൾ അവർ തമ്മിൽ ഒരു കശപിശുണ്ടായിരുന്നു, ഒരു വഴക്കുണ്ടായിരുന്നു. പുബൂഗിരെ പന്തലകത്ത് ശൂകരാഹ. സൂകര ശബ്ദത്തിന് പന്നി എന്നർത്ഥമാണ്. പന്നിയൂർ ഗ്രാമക്കാരെ ചീത്ത പറയാൻ വേണ്ടി വിളിക്കുന്നതാണ്. ചൂകര എന്നാവും, അത് സാന്നിൽ ചാന്നാവും. സൂകര ശുചൂടിരെ മാല പറിച്ച് ഓരോരുത്തരെ അവിടെ മാല തൂക്കിയുള്ളവർക്ക് ഓരോരുത്തർ തലയിൽ, അന്നൊക്കെ തലമുടി ഉണ്ടാവല്ലോ ആണുങ്ങൾക്ക്, അങ്ങനെ അങ്ങോട്ട് ചൂടി. തല്ലിരെ തമ്മിൽ അതീവ ഘോരമായി. എന്നിട്ട് ഈ 2 കൂട്ടരും തമ്മിൽ പന്നിയൂർ ഗ്രാമക്കാരും ശോകിരം ഗ്രാമക്കാരും അടിയ. മണ്ടിരെ കൊണ്ട് മണാട്ടി തന്നെയും, അവിടെ മണവാട്ടിയും കൊണ്ട് മണ്ടി എന്നൊരു പദ്യമുണ്ട്. ഒരു ചോകിരം ഗ്രാമക്കാരൻ എഴുതിയതായിരിക്കും എന്തായാലും. അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഉണ്ണിച്ചിരുദേവി ചരിത്രത്തിലും കാണാം പന്നിയൂർ ഗ്രാമക്കാർ മുഷ്കര സൂകരർ എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. മുഷ്കരന്മാരായ സൂകര ഗ്രാമക്കാർ ഇവിടെ വന്നിട്ട് ഈ വള്ളുവക്കോനാതിരിയോടുള്ള വിദ്വേഷം കൊണ്ടായിരിക്കാം, അത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് നമുക്കറിയില്ല, സാമൂതിരി പറഞ്ഞിട്ടാണോ പറയാതെയാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാമൂതിരി ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിൽ
അവരിവിടെ വന്നിട്ട് ഇവരോട് ഈ വള്ളുവക്കൊനാതിരിയുടെ പ്രജകളോട് അന്യായം ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ഇഷ്ടം പോലെ തെളിവ് ഇതിലുണ്ട്. എഴുത്തിനിരുത്തുന്ന ചടങ്ങ് ഇത്ര സാർവത്രികമാകുന്നതിനും വളരെ മുൻപ് തന്നെ ശുഗപുരത്ത് വളരെ പ്രാധാന്യത്തോടെ നടത്തിയിരുന്നു. ചിത്രോത്രാടം തൊഴുക ശുഗപുരത്ത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. അതായത് മേടമാസത്തിലെ ചിത്ര മുതൽക്ക് ഉത്രാടം വരെയുള്ള കാലത്തെയാണ് ചിത്രോത്രാടം എന്നുള്ള സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്നാധാനം, സോമയാഗം, അതിരാത്രം തുടങ്ങിയ യജ്ഞങ്ങളൊക്കെ ചെയ്തുള്ളവർ കർമ്മികളെന്ന് പറയാറുണ്ട്. അവർ ഈ കാലത്ത് നിർബന്ധമായിട്ടും ശുഗപുരത്ത് തൊഴുതിരിക്കണം. തൊഴുതു എന്നുള്ളത് അവർ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് കുത്തനൂർ സഭാമഠത്തിൽ നിന്നുള്ള ആനുകൂല്യത്തിന് അർഹതയുണ്ടാവുള്ളൂ. ശുഗപുരം ഗ്രാമക്കാരായ നമ്പൂതിരിമാർക്ക് ഷോഡശ ക്രിയകൾക്കൊക്കെ ഗ്രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരാധന നിർബന്ധമായതുപോലെ അവർ നടത്തുന്ന യാഗങ്ങൾക്ക് മുന്നോടിയായും ഈ ക്ഷേത്രത്തിലെത്തുന്നത് ആചാരമാണ്. കേരളത്തിലെ സോമയാഗ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ശുഗപുരം ഗ്രാമത്തിൻ്റേത്. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടിനിടയ്ക്ക് 25ഓളം അതിരാത്രങ്ങളും 160ഓളം അഗ്നിഷ്ടോമയാഗങ്ങളും 300-നടുത്ത് അഗ്ന്യാധ്യാനങ്ങളും ശുഗപുരം ഗ്രാമത്തിലെ യാഗാധികാരമുള്ള നമ്പൂരിമാർ നടത്തിയിട്ടുണ്ട്. യാഗസംബന്ധമായ ഏതു കാര്യത്തിനും ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും തടസ്സം നേരിടുമ്പോഴും ദക്ഷിണാമൂർത്തിയെ വന്ന് വണങ്ങുകയും വഴിപാടുകൾ കഴിക്കുകയും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. തിരുനാവായോത്തന്മാരുടെ ശരിക്ക് പരദേവത ചമ്രവട്ടത്ത് അയ്യപ്പനാണ്. ചമ്രവട്ടത്ത് അയ്യപ്പൻ. തൃശ്ശൂരോത്തന്മാരുടെ പരദേവത അവിടെ ഒരു കൃഷ്ണനുണ്ട്, അവിടെ തന്നെ മഠത്തിൽ തന്നെ ഉള്ളതാണ്. അതാണ് ഈ 2 യോഗങ്ങളും വേദ സ്കൂളുകളാണ്, വേദം പഠിപ്പിക്കുന്ന പാഠശാലകളാണ്. ഈ 2 ദിക്കിലെയും ആൾക്കാരുടെ പരദേവതയാണ് ദക്ഷിണാമൂർത്തി. ശുഗപുരം ഗ്രാമത്തിൽ 369 ഇല്ലങ്ങളുണ്ടത്രേ. അവയിൽ 96% ഋഗ്വേദികളാണ്. മറ്റൊരു പ്രധാന ചടങ്ങ് കർമ്മികളുടെ അവരോധമാണ്. യാഗങ്ങളിൽ യജമാനന്മാരായവരെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ചടങ്ങാണിത്. കാരാളന്മാർ സമ്മതമറിയിച്ചാൽ മാത്രമേ യജമാനന്മാരുടെ ഔപചാരികമായ അംഗീകാരം നടക്കൂ. ശുഗപുരം പള്ളിപ്പാട്ട് ഇല്ലത്തെ മൂസദുമാർക്കാണ് ഇതിൻ്റെ അവകാശം. മൂസദുമാർ ക്ഷേത്രത്തിൻ്റെ പുറത്ത് കിഴക്കേ നടയിൽ നിന്നും പ്രദക്ഷിണമായും അപ്രദക്ഷിണമായും വിളക്കേന്തി നടന്നുകൊണ്ടാണ് ചടങ്ങ് തുടങ്ങേണ്ടത്. തുടർന്ന് ക്ഷേത്രത്തിനുള്ളിൽ യജമാനനും മൂസദുമാരും വേദജ്ഞരും മുഖാമുഖമിരുന്ന് ചാർത്തൽ ചടങ്ങിന് അനുവാദം തേടും. ഇത് രേഖയാക്കുന്നതോടെ ചടങ്ങ് അവസാനിക്കുന്നു. യജമാനന്മാർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ദ്വാദശിപ്പണം കൈപ്പറ്റാനും മറ്റും ഈ ചടങ്ങിൻ്റെ അംഗീകാരം വേണം. മുറിച്ചങ്ങത എന്ന് പറഞ്ഞാൽ സംഹിത കഷ്ടിച്ച് ചെല്ലാറായുണ്ട്. കുട്ടികൾക്ക് മുഴുവനൊന്നും വിഷയമായിട്ടില്ല, കുറേയൊക്കെ പിഴച്ച് ചെല്ലും. അങ്ങനെ പിഴച്ച് ചെല്ലുന്ന ആ ഒരു അവസ്ഥ വിദ്യാഭ്യാസത്തിൻ്റെ അത്രയായിട്ടുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയ്ക്കാണ് മുറിച്ചങ്ങത എന്ന് പറയാം. ചതുശതം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. 101 നാഴി അരി, 101 കദളിപ്പഴം, 101 നാളികേരം ഇടിച്ചു പിഴിഞ്ഞ പാൽ, 101 പലം, ശർക്കര എന്നിവയുടെ കൂട്ടാണ് ചതുശതം. ഇതിൽ 50 നാഴി അരി വെള്ളരി നിവേദ്യത്തിനെടുക്കുന്നു. ബാക്കി 51 നാഴി പായസത്തിനും. ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം 1000-ലേറെ വർഷം പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്നു.
സുബ്രഹ്മണ്യൻ ഹിമാലയത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ശിവവിഗ്രഹമാണ് ശുഗപുരത്തേതെന്നും പറയപ്പെടുന്നുണ്ട്. ആദവർമ്മൻ എന്ന രാജാവ് ഇയാൾ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പൂജിച്ചിരുന്ന വിഗ്രഹം എടുത്തിട്ടേ ഹിമാലയത്തിൽ പോയിട്ടേ, ഹിമാലയത്തിലും അല്ല അതിൻ്റെ അപ്പുറമാണ്. ഈ സുബ്രഹ്മണ്യൻ ശിവനൊക്കെ ഉണ്ടായിരുന്നത് ഹിമാലയത്തിലും അല്ല അതിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ എടുത്തു കൊണ്ടുപോകും. അപ്പോൾ സുബ്രഹ്മണ്യൻ വന്ന് തടഞ്ഞു. എന്നിട്ട് അവർ തമ്മിൽ കുറച്ച് ലഹളയൊക്കെ ഉണ്ടായി. അപ്പോൾ ശിവൻ വന്നിട്ട് മധ്യസ്ഥത വഹിച്ച് കൊണ്ടുപോയിക്കോട്ടെ, അവിടെ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇയാളെ ശാസിച്ച്, മകനെ ശാസിച്ച്, അങ്ങനെയാണ് ആദവർമ്മൻ അത് കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 13-ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന സാഹിത്യകൃതിയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശം കാണാം. പ്രാചീന ചമ്പു പ്രബന്ധമായ ഉണ്ണിച്ചിരുദേവി ചരിതത്തിലെ നായിക ചോഗിരക്കാരിയായിരുന്നു. മലനാട്ടിന് ഒരലങ്കാരമായിട്ടുള്ള നടുവടം എന്ന പൊയ്കയിൽ താമരപ്പൂവായ നടന്മാരും വിടന്മാരും വലിയ കവികളും ഒക്കെ കേളി ചെയ്യുന്ന ഒരു അരങ്ങായ ലക്ഷ്മി ഭഗവതിയുടെ തന്നെ നടനത്തിൻ്റെ അരങ്ങായ 64 ഗ്രാമങ്ങൾ, കേരളീയ ഗ്രാമങ്ങൾക്ക് നടുനായകമായ മഹാന്മാരായ ഒരുപാട് ബ്രാഹ്മണർ ജീവിച്ചിരുന്ന ചോഗിരം എന്ന മഹിതമായ ഒരു ഗ്രാമവിശേഷം ഉണ്ട്. ശുഗപുരം ക്ഷേത്രം എന്നാണ് സ്ഥാപിച്ചത് എന്നതിനെ, പ്രതിഷ്ഠ എന്നാണ് കഴിഞ്ഞത് എന്നൊന്നും ഉള്ളതിനെക്കുറിച്ച് വിശ്വാസയോഗ്യമായ യാതൊരു തെളിവുകളും നമുക്ക് കിട്ടാനില്ല. കേരള ചരിത്രം സംബന്ധിച്ച് ശുഗപുരം ക്ഷേത്രത്തിൽ ചില രേഖകളുണ്ട്. ആ രേഖകൾ മധ്യകാല കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. കേരള ചരിത്രത്തിലെ ഗ്രാമസമ്പ്രദായത്തിൽ ചില വ്യവസ്ഥകൾ വരുത്തിക്കൊണ്ട് നിലനിന്നിരുന്ന ചില വ്യവസ്ഥകളെക്കുറിച്ച്, ക്രമങ്ങളെക്കുറിച്ച് നമുക്കറിയാം. മൂഴിക്കളം കച്ചം എന്ന് പറയുന്ന വലിയൊരു വ്യവസ്ഥയെക്കുറിച്ച് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ മൂഴിക്കളത്തോടൊപ്പം ഉള്ള ചില വ്യവസ്ഥകളും ഉണ്ടായിരുന്നു. ഈ ശുഗപുരം അമ്പലത്തിൽ നിന്നാണ് അത്തരം ഒരു കച്ചത്തെക്കുറിച്ച്, എന്ന് വെച്ചാൽ ഒരു വ്യവസ്ഥാപനത്തെക്കുറിച്ച് നാം പ്രത്യേകമായിട്ട് അറിയുന്നത്. തവരന്നൂർ കച്ചം എന്നാണ് അതിൻ്റെ പേര്. തവരന്നൂർ കച്ചം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശുഗപുരം അമ്പലത്തിലേക്ക് ഇത്രയും ഭൂമി പതിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഇന്ന ആവശ്യങ്ങൾക്ക് ചെലവഴിക്കണം. ആ കാര്യം എങ്ങനെ നടത്തണം എന്ന് പറയുമ്പോൾ അത് തവരന്നൂർ കച്ചത്തോടൊക്കും എന്ന് പറഞ്ഞാൽ, തവരന്നൂർ കച്ചത്തിൽ എന്താണോ ഈ മാതിരി കാര്യങ്ങളെക്കുറിച്ച് വ്യവസ്ഥ, ആ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ശുഗപുരത്തെ ഈ കാര്യങ്ങൾ നടത്തേണ്ടത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആ നിലയ്ക്ക് ഇത് കേരളത്തിലെ ഗ്രാമസമ്പ്രദായത്തെക്കുറിച്ചുള്ള, അതിൻ്റെ വ്യവസ്ഥാപനത്തെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ നമുക്ക് കിട്ടുന്നത് ശുഗപുരം ക്ഷേത്രത്തിലെ ഈ ലിഖിതങ്ങളിൽ നിന്നാണ്. വട്ടെഴുത്തിലുള്ള ഈ ലിഖിതം ഇന്ന് വായിക്കാൻ അറിയുന്നവർ വളരെ വളരെ ചുരുക്കമായതുകൊണ്ട് ചരിത്രകാരന്മാർ പൊതുവെ ഇതിനെക്കുറിച്ച് സംസാരിക്കാതെ വിടുകയാണ് പതിവ്. സർവചരാചരങ്ങളുടെയും ശബ്ദങ്ങൾക്കുമീതെ പെയ്തിറങ്ങുന്ന മഹാമൗന ചൈതന്യത്തിന് പ്രണാമം. സർവകാലങ്ങളെയും ലോകങ്ങളെയും അതിവർത്തിക്കുന്ന അമൂർത്ത സങ്കല്പത്തിന് പ്രണാമം. അറിവിൻ്റെ സകല ആകാശങ്ങൾക്കും പ്രണാമം. മഹാഗുരുവായ ദക്ഷിണാമൂർത്തിക്ക് സാഷ്ടാംഗ പ്രണാമം.